ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ എവിടെ വന്നിരിക്കുമ്പോൾ വൈക്കത്തമ്പലത്ത് പാറ അളക്കാൻ വന്നിരിക്കുകയാണ്. അപ്പം എൻ്റെ പേരിൽ ഒരു അന്നദാന വഴിപാട് ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഗൈസ്, നമ്മൾ അമ്പലത്തിൽ ചെരുപ്പ് അപ്പോൾ ഗൈസ് നമ്മൾ ചെരുപ്പ് കൂരി അയ്യോ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നില്ലാന്നറിയോ, നമുക്ക് കുറേ നേരം കഴിഞ്ഞിട്ട് പോയാൽ നമ്മൾ ചെളിയല്ല എന്തോ ഉള്ളൊരു വെള്ളത്തിലാണ്. വൈക്കത്തമ്പലത്തിലെ എന്തോ വെള്ളം കുറെ കുഞ്ഞു കല്ലിനകത്ത് കുറെ വെള്ളമുള്ള ഒരു കല്ലിൽ ഒരു ഇതിലെക്കൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രസം കിട്ടും അതിൽ ചവിട്ടാൻ. ഇവിടെ നിന്ന് നല്ല സൺകിസ് ഫോട്ടോ എടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഉള്ളിലേക്ക് കയറാണ്. നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മാർക്കെടുക്കാൻ നമുക്ക് റെസിപ്റ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അവിടെ പോയിരുന്നപ്പോൾ പാരൻസ് മീറ്റിങ്ങിൻ്റെ ഒക്കെ ഒരു വൈബ്. ഗൈസ് നമ്മളിപ്പോൾ വന്നപ്പോൾ ഒരു റെയിൻബോ, ഇതൊക്കെ ഒരു റെയിൻബോ വാവ്. ഉള്ളിൽ നിന്ന് കാണുന്നതിനേക്കാളും നല്ല രസമായിട്ട് ഇവിടെ നിന്ന് കാണാം കേട്ടോ ഗൈസ്. ഗൈസ് നമ്മൾ വേറൊരു ATM-ൽ വന്നിരിക്കുകയാണ്. പിന്നെ കാണിച്ചെടുക്കട്ടെ. SBI ATM കൈവിട്ടില്ല. നമ്മൾ ATM-ലൊക്കെ കയറി കഴിഞ്ഞ് നമ്മളെങ്ങോട്ടാ നേരെ വൈക്കത്തമ്പലത്തിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 20 minutes later. അമ്പലമൊക്കെ ഇറങ്ങി അടിച്ചിട്ട് നമുക്ക് തിരിച്ച് വീട്ടിൽ പോകണം. വീട്ടിലേക്കല്ല നമ്മൾ ശരിക്കും പോകുന്നത്. നമ്മളിവിടെ നമ്മൾ എൻ്റെ അമ്മേനെ റെയിൽവേ സ്റ്റേഷനിൽ വിളിക്കാൻ പോകണം. അമ്മ മലപ്പുറത്തായിരുന്നു. ഗൈസ് നമ്മളിപ്പോൾ ചെരുപ്പിലാണ് നടന്നിരിക്കുന്നത്. സാധാരണ എൻ്റെ ചേച്ചി ഇത്ര സീരിയസ് ഒന്നുമല്ല. ഇന്ന് ഭയങ്കര വീഡിയോ എടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ജാട വാരി. ഗൈസ് നമ്മൾ കടല വാങ്ങിക്കാൻ പോവാണ്. അമ്പലത്ത് വന്നാൽ നമ്മൾ കടല വാങ്ങിക്കാണ്ട് പോകാറില്ല. എവിടെന്നെങ്കിലൊക്കെ നമ്മൾ കടല വാങ്ങിച്ചിരിക്കും. നമ്മൾ തിരിച്ച് പിന്നെയും നല്ല വെള്ളത്തിൽ ചെളി വെള്ളത്തിൽ കൂടെ നടന്ന് കയറി. ഇനി കഴിഞ്ഞു, ഇനി വേണ്ടല്ലോ. അവിടെ മുമ്പിലേക്ക് പോയി നമുക്ക് കുറച്ച് എല്ലൊക്കെ പെറുക്കാൻ പറ്റും. ശരിയാ. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മൾ എൻ്റെ ആ ഇതിനില്ല വഴിപാടിന് അതിന് എത്ര പൈസ കൊടുക്കണം, എത്ര 3000 രൂപ എത്ര കൊടുക്കണം. അപ്പം അതും കൂടെ കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വൈക്കത്തമ്പലം മൊത്തം ചുറ്റി കാണിച്ചു തരാം. ഓക്കെ, അതില് വർക്ക് ചെയ്യില്ല ഈ കാർഡ്. ഞാൻ അവിടെ പോയി ചില കാർഡ് ധനലക്ഷ്മി അരി അളക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ട്രാജഡി. അപ്പോൾ കഴിച്ച് നമ്മൾ പാറയൊക്കെ അളന്നു കഴിഞ്ഞു. സൂപ്പറായിരുന്നു കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ കഴിച്ച് നമുക്ക് ഞാൻ പറഞ്ഞിരുന്നില്ലേ നിങ്ങളോട് നേരത്തെ ഞാൻ വൈക്കത്തമ്പലം മൊത്തം ചുറ്റി കാണിച്ചത്. അപ്പോൾ ചുറ്റി കാണിച്ചു തരാം. ഗൈസ് പപ്പനെ അവിടെ നിർത്തിയിട്ട് വന്നത്. നല്ല വൈബ് കിട്ടോ സമയത്ത്. ഷെല്ല് കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞത് കട്ട് ചെയ്യാം. ഇപ്പോൾ വൈക്കത്തമ്പലം കാണാൻ നല്ല രസമുണ്ട്. രാത്രി വൈകുന്നേരം ആ സമയത്തൊക്കെ ഉണ്ടല്ലോ, സൂപ്പറാണ് വൈക്കത്തമ്പലം കാണാൻ. അതെ, വൈക്കങ്കാര് പറയുന്നു അടിപൊളിയാണെന്ന്. ചേച്ചി വൈക്കത്താട്ടോ, ചേച്ചിയുടെ വീട്. ഞാൻ നാട്ടിലേക്ക് വന്നതാണ്. ഈ വഴിപാടിനായിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നതാണ്. ഇതിന് മുമ്പ് ശരിക്കും ഞാൻ ഇതിനു മുമ്പ് വന്നിട്ട് നിന്ന് വെക്കേഷനൊക്കെ അടിച്ചു പിടിച്ചിട്ട് പോയി. പിന്നെയും വന്നു. ഇത് ഇതിന് വേണ്ടിയിട്ട് വന്നതാണ്. നല്ല ടോർച്ച് അടിച്ച് നോക്കേണ്ടി വരും. എന്നാലും ഞാൻ കാണിച്ചിരുന്നു. കുറേ ഇതൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിവിടെ കുറേ ടൈപ്പ് ഓഫ് ചന്ദനങ്ങൾ പാകങ്ങൾ നിന്നേക്കുന്നു. ഒക്കെ കുറച്ച് കണ്ട റെയിൻബോ കുറേ ടൈപ്പ് ഓഫ് ചന്ദനങ്ങൾ. ഇനി കുറിച്ചടി ഓ മൈ ഗോഡ്, കളർഫുൾ ആയിട്ടുണ്ട്. നമ്മൾ എല്ലാം കൂടെ കൂട്ടി ഒരു പെട്ടിയുണ്ട്. നമ്മുടെ അമ്പലത്തിൻ്റെ ഇത് യെസ്. അപ്പം നമ്മളിവിടെ ഒരു സ്ഥലത്ത് നിന്നാൽ
ശരിയാണ് ഗൈസ്. നമ്മൾ ഈ അമ്പലത്തിൻ്റെ ഒരു കോർണറിൽ വന്ന് നിന്നാൽ ഇവിടുത്തെ എല്ലാ നടയും കാണാൻ നമുക്ക് നോക്കാം. അപ്പോൾ അത് ശരിയാണ്, എല്ലാ നടയും നമുക്ക് കാണാൻ പറ്റും. എണ്ണി കാണിച്ചു കൊടുക്കും. കമോൺ, ഏതാണ്? 1 2 2 3 3 4 കഴിഞ്ഞു. അപ്പം അത്ര. അപ്പം ഇനി നമുക്ക് ഷെൽസ് കാണിക്കണ്ടേ? അതാണ് വൈറ്റ് എല്ലാം ഷെൽസ് ആണ്. കണ്ടോ ഗൈസ്, ഞാനപ്പോൾ ഇവിടെ ഇരുന്നു. എൻ്റെ ചേച്ചി ഇവിടെ നിന്ന് കക്ക പെറുക്കാണ്. ഐ മീൻ ഓ മൈ ഗോഡ്, ഷെല്ല് പെറുക്കാണ്. ഗൈസ്, ഞാൻ എന്താ കുറച്ച് ഷെല്ല് പെറുക്കിയിട്ടുണ്ട്. ഇതാണ് ഞാൻ കുറച്ച് ഷെല്ല്. അവളിതാ എപ്പോഴും അവിടെ നിന്ന് പെറുക്കാണ്. പെറുക്കി ഇത് സാധനം കിട്ടി. നോക്ക്, ഇതേ ഇത് നോക്ക് രസല്ലേ? ഇനി നമ്മളവിടെ നിന്ന് ഷെല്ല് പെറുക്കി ആ ഫോൺ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ് എൻ്റെ പപ്പയുടെ ബിസിന്. ഇപ്പോൾ നമ്മളവിടെ നിന്ന് ഷെല്ലൊക്കെ പെറുക്കി കഴിഞ്ഞു. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ ഇങ്ങനെ രാവിലെ പിന്നെ ഒറ്റക്കായി കൊണ്ട് നിൽക്കണം. കഷ്ടമുണ്ട്. കുറെ മഴയൊക്കെ എന്താണ് കുറെ മഴയൊക്കെ ഇടപെട്ട് എൻ്റെ ചേച്ചി പറയണൊക്കെ ഒരു മഴയെടുത്ത് ഓടിയാലോ. അതൊക്കെ എന്തൊക്കെ സൂപ്പർ ഒബ്വിയസ് ഐഡിയാസ്. ആ പൊട്ടത്തെ കൂടെ ഞാനല്ലെങ്കിൽ എഴുതി പോകും. കുറെ രാത്രിയൊക്കെ ആയിട്ട് നമ്മൾ കുളം, അമ്പലക്കുളം അല്ലേ? കപ്പില് പൂരം. അമ്പലക്കുളം കാണാൻ പോകണം. ഇതാണ് നമ്മുടെ ഇവിടുത്തെ വൈക്കത്തമ്പലത്തെ അമ്പലപ്പുഴ അല്ല അമ്പലക്കുളം. ഇവിടെ നീന്തൽ പഠിപ്പിക്കോ? എവിടെ? ആ ശരി. രാവിലെ ചോറ് നാളെ ഇവിടെ കൊണ്ടുവന്ന് കഴുകൂല്ലോ പാത്രമൊക്കെ. നാളെ നമ്മളിവിടെ ഒന്ന് ചോറ് കഴിക്കുന്നതായിരിക്കും അമ്പലത്തിൽ. സൂപ്പർ. തുമ്പി ഇവിടുത്തെ എക്സ്പീരിയൻസ് വെച്ചാൽ എങ്ങനെയുണ്ട് ചോറ് ഇവിടുത്തെ? പറയൂ. സൂപ്പറാണ്. അത്രേ ഉള്ളൂ പറയാൻ. എൻ്റെ പൊന്നെ എത്ര കഴിച്ചാലും മടുപ്പ് വരത്തില്ല. അപ്പം അത്രയ്ക്ക് ഇഷ്ടമാണ്. തുമ്പി പറയുന്നത് അന്നദാനത്തിൽ തരുന്ന ചോറ് സൂപ്പറാണെന്നാണ്. നമ്മൾ ഈ ഒരു ഫുഡ് കഴിഞ്ഞിട്ട് വേറെ ഏതൊരു ആ കമ്പി കാലിപ്പത്തി കയറരുത്. ബാ കമോൺ. അതുകൊണ്ടാകുമ്പോൾ നേരത്തെ കയറിപ്പോടെ. അല്ലാത്തവർ ഇവിടെ ക്യൂ ഇവിടെ തൊട്ടാൽ പെട്ടെന്ന് വരും. ഞാൻ ഇതിനു മുമ്പ് ഒരു അന്നദാനം കഴിച്ചിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ ഒരു ആൻറ്റി ആയിട്ടാണ് പോയി കഴിച്ചില്ല. അത് ആൻറ്റി ഇല്ലേ, അപ്പോൾ കൊച്ചയുടെ അമ്മേൻ്റെ അമ്മ. അത് ഞാൻ നല്ല ചെറിയ 3 2 എത്രയാണ്. ഞാൻ എപ്പോഴും അമ്മ എപ്പോഴും ഇവിടെ കൊണ്ടുപോകാൻ എനിക്ക് വലിയ ഇവിടുത്തെ പായസം എന്ത് പായസം? കറുത്ത അരിപ്പായസം തോന്നുന്നു. എനിക്ക് വളരെ ഇഷ്ടം. കമന്റ് യുവർ ഫേവറേറ്റ് പായസം. ഞാൻ അങ്ങനെ പാലട അല്ലാണ്ട് ഒരു പായസം ടേസ്റ്റ് ആറ് പോലില്ല. പിന്നെ എൻ്റെ പായസം എനിക്ക് എൻ്റെ ഇടയിലിട്ടാണ്. ഇവിടെ നിറച്ചും വെള്ളമാണ്, മഴയൊക്കെ പെയ്യുന്നു. ഞങ്ങൾ അവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ പറയണം അതിലങ്ങ് പോകാൻ കുഴപ്പമില്ല, നമുക്ക് നടക്കാം. എൻ്റെ പപ്പയ്ക്കൊരിതുണ്ട്. പപ്പ ഈ അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങുവാണെങ്കിൽ ഇത് ഫുള്ളും വായിക്കണം. എന്ത് വായിക്കണം? ഇത് ആ ബോർഡിലേക്ക് വെച്ച് ഓം നമഃ ശിവായ. ഓരോ ഇതാ ഓം നമഃ ശിവായ. ഫുള്ള് കാണാൻ ഒരു പ്രേത വൈബുണ്ട്. പക്ഷെ താഴത്ത് നല്ല അമ്പലമേ പാട്ടോ. ക്രോക്സും ചെരുപ്പൊക്കെ രാത്രിയായി. അഴുക്കല്ലേ നമ്മൾ പോകാണ്. എൻ്റെ കാലം അഴുക്കില്ല കേട്ടോ, ഞാൻ ആ വെള്ളത്തിലേക്ക് കഴുകി. ഇവിടെയായിരുന്നു കാറ്, ഇവിടെ ഇട്ട് വളയ്ക്കായിരുന്നു. പക്ഷെ അപ്പം അങ്ങ് പോയി വളച്ചോണ്ട് അല്ല മനസ്സിന് അത് കൊണ്ട് കളഞ്ഞ. അപ്പൊ ഗൈസ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പായിക്കോ.